إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹധന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നല്ലവരായി മുത്തഖീങ്ങളായി മുവഹിദുകളായി മുഖ്ലിസുകളായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം നമുക്ക് താങ്ങായി തണലായി ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊരു രോഗിയാകുമ്പോൾ, ഒരു സാമ്പത്തിക പ്രയാസം വരുമ്പോൾ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഏത് സമയത്ത് നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടം ദുനിയാവിലുണ്ടെങ്കിൽ നമ്മളൊക്കെ വലിയ സന്തോഷമാണ്. എൻ്റെ ഏത് പ്രയാസം വന്നാലും എപ്പോൾ കയറി ചെന്നാൽ എന്ത് ആവശ്യം പറഞ്ഞാൽ എന്നെ സഹായിക്കും. നമുക്കൊക്കെ അങ്ങനെ ഉള്ള ആളുകൾ പലരും ഉണ്ടാകും, എനിക്കും നിങ്ങൾക്കൊക്കെ. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വലിയൊരു വിശ്വാസം ഈ ലോകത്ത് അവനെ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഏത് സമയത്ത് എപ്പോഴും ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ എല്ലാം അറിയുന്ന എൻ്റെ റബ്ബ് ഉണ്ട് എന്ന വിശ്വാസം, ഇത് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന വലിയൊരു കരുത്താണ്. വഹുവ മഅക്കും ഐനമാ കുന്തും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണ്, നിങ്ങൾ എവിടെയായിരുന്നാൽ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ ആ സൃഷ്ടാവിൻ്റെ അള്ളാഹുവിൻ്റെ നമ്മൾ മറ്റൊക്കെ മാറ്റിവെക്കാം. നേരത്തെ പറഞ്ഞ നമ്മൾ ഭൗതികമായി നമുക്ക് ഒരുപാട് ആളുകളൊക്കെ സഹായിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിവെക്കാം. അത് ചിലപ്പോൾ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. എപ്പോഴും നമുക്കും താങ്ങും തണലുമായി നമ്മളെ കൂടെ നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ റബ്ബ് ഉണ്ട് എന്നൊരു വിശ്വാസം, അത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാതൊന്നിനെയും ഭയക്കേണ്ട ഒരു ആവശ്യമില്ല.
മുൻഗാമികളായ പ്രവാചകന്മാർക്ക് അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചാൽ നിങ്ങൾ നോക്കിക്കേ. അത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വെറും വാക്കല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിന്റെ വ്യത്യസ്തമാർന്ന സന്ദർഭങ്ങളിലും സാഹചര്യത്തിലും പ്രയാസങ്ങൾ ഒന്നൊന്നായി കടന്നു വന്ന സാഹചര്യങ്ങളിലൊക്കെ മുൻഗാമികളായ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോടും ഹാറൂൻ അലൈഹി സ്വലാമിയോട് രണ്ടുപേരോടും ഇത് ഹബാ, അവർ രണ്ടുപേരോടും പോകാൻ പറഞ്ഞു. എങ്ങോട്ട്? ഫിറഔന്റെ അടുക്കലേക്ക് ചെല്ല്. ഫിറഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞു കൊടുക്ക്. ആ സമയത്ത് അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യതഗാ. പ്രാർത്ഥിച്ചിട്ടാ പോണെ. ഫിറഔൻ അതിക്രമകാരിയാണ്. ആ ഫിറഔന്റെ അക്രമം, അവൻ അതിരുവിട്ട പ്രവർത്തനം ചെയ്യുന്നതിനെ ഞങ്ങൾ ഭയപ്പെടുന്നു റബ്ബേ. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞ വർത്തമാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അസ്മഉ വഅറാ, ഞാനെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറുപടിയാണ്. ഇത് വലിയൊരു വിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ സംരക്ഷണം അത് നമുക്ക് ഉണ്ടാകും. അത് കിട്ടണം നമുക്ക്. അങ്ങനെയാണല്ലോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെ വിശ്വസിച്ച ആളുകളും രക്ഷപ്പെടുന്ന ചരിത്രം പിന്നീട് അതിന് ശേഷങ്ങൾ വരുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, വെറുതെ ചരിത്രം കേൾക്കാനല്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വലിയൊരു വിശ്വാസം, ഇന്നല്ലാഹ മഅനാ, എന്റെ കൂടെ പടച്ച റബ്ബുണ്ട് എന്നുള്ളത്. ഫലമ്മാ തറാൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. നോക്ക് നിങ്ങള്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആളുകളാ. അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നത് കുറച്ചുകൂടി ഇറങ്ങാനുണ്ട് നമുക്കൊക്കെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആളുകൾ പോലും ആ ഒരു ഘട്ടം വന്നു. ഫിറഔനും കൂട്ടരും തൊട്ടു പിന്നിൽ, മുന്നിലായിക്കൊണ്ട് ചെങ്കടൽ. മൂസാ നബിയിൽ വിശ്വസിച്ചവരാ, അവര് പോലും പതറിപ്പോയി. അവരെന്താ പറഞ്ഞ? ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു. അപ്പൊ അത് പോരാ, ആ വിശ്വാസം പോരാ. അതിനേക്കാൾ അപ്പുറം എന്ത് വേണം? മൂസാ നബി അവിടെ പഠിപ്പിച്ചു കൊടുക്കാണ്. ഈ ഉറപ്പില്ലാത്ത വിശ്വാസം പോരാ. നേരെ മറിച്ച് ഖാല കല്ലാ ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, അത് പോരാ. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അള്ളാഹു എന്നെ വഴി കാണിക്കും. ഇത് നമുക്ക് വേണ്ട. പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. ഇവിടെയാണ് അള്ളാഹു കൂടെ ഉണ്ട് എന്ന വിശ്വാസം നമുക്ക് കടന്നു വരേണ്ടത്. അള്ളാഹുവിന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അത് നമുക്ക് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിച്ച് കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം. ഒരു സംശയമല്ല, അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നാമത് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ തൗഹീദ്, കലർപ്പില്ലാത്ത വിശ്വാസം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇത് നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന വലിയ ഉപദേശം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറയുന്നത് തന്നെ യാ ഗുലാം, ഓ മോനെ, കുട്ടി എന്ന് വിളിച്ചിട്ടാ. നമ്മളൊന്നും നമ്മളെ മക്കളെ വിളിച്ച് ഇതുവരെ നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോയ ഒരു ഉപദേശ. അത് കൊടുക്കണം, നമ്മുടെ ബാധ്യതയാണ്. റസൂൽ എന്താ പറഞ്ഞേ? അവൻ കുറച്ചുകൂടി വലുതായിട്ട് ഉപദേശിച്ചാൽ മതി. അല്ല,
ആ ചെറിയ കുട്ടിയെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. എന്ത് കൊടുത്തു? യഹ്ഫളില്ലാഹ യഹ്ഫളുക. എന്താ റസൂലുള്ളാഹി ഒന്നാമത് കൊടുത്തത്? നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, എങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ, അള്ളാഹു നിന്നോട് ചെയ്യാൻ പറഞ്ഞ, നിർബന്ധമായി അനുഷ്ഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്യുകയും അതോടൊപ്പം തന്നെ അള്ളാഹു വിലക്കിയ സർവമാന കാര്യങ്ങൾ, അള്ളാഹു കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു നിങ്ങളോട് കാണരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു നിങ്ങളോട് പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചെയ്യരുതെന്ന് വിലക്കിയ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കുടിക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, സർവമാന കാര്യങ്ങളും അത് മുഴുവൻ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ സൂക്ഷ്മത പാലിക്കുക. അങ്ങനെ വന്നാൽ യഹ്ഫദുക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണമൊക്കെ നിനക്കുണ്ടാകും. ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സംരക്ഷണം. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളും അവിടെയെല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാണെങ്കിൽ എന്ത് വേണം? രണ്ട് കാര്യം കുറിച്ചു വെച്ചു നമ്മുടെ മനസ്സുകളിലേക്ക്. അള്ളാഹ് നിർബന്ധമായി പറഞ്ഞെല്ലാം നമ്മൾ ചെയ്യണം. അള്ളാഹ് ഹറാമായ അല്ലെങ്കിൽ വിലക്കിയ എല്ലാ കാര്യങ്ങളും, അള്ളാഹു നിഷിദ്ധമാക്കിയ സർവ്വതും ചെയ്യരുതെന്ന് പറഞ്ഞ് സർവ്വതും വെടിയുക. ഇത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം. എങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. തജിദ് തുജാഹക, എങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ആവശ്യങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സഹായിക്കാണ്ടാവും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഉണ്ടാകും. എന്താ പറയുക? ഇദാ സഅൽത ഫസ്അലില്ലാ. ആ കുട്ടിയോട് പഠിപ്പിച്ചു കൊടുക്കുക. ഇദാ സഅൽത ഫസ്അലില്ലാ. നീ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പടച്ചവനോട് ചോദിച്ചോ, അള്ളാഹുവിനോട് ചോദിക്കുക. എത്ര വ്യക്തമായ സംഗതിയാണെന്നറിയാം. ഒരു സംശയമില്ലാത്ത വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നീ സഹായം, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ ഫസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് ചോദിച്ചോ. മുസ്ലിം ഉമ്മത്ത് ഈ ഹദീസ് മാത്രം പഠിച്ചിരുന്നെങ്കിൽ, മുസ്ലിം ഉമ്മത്ത് ഈ ഹദീസ് മാത്രം പഠിച്ചിരുന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും തിരിയുമായിരുന്നില്ല. ജീവിതത്തിന്റെ ഒരു പ്രയാസങ്ങളിലും അല്ലാത്ത ഒരാളിലേക്കും, ഒരു മഹാനിലേക്കും, ഒരു മക്ബറുകളിലേക്കും, യാതൊന്നിലേക്കും തിരിയില്ല. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. എത്ര വ്യക്തമായി റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന. അള്ളാഹുവിനോട് ചോദിച്ചോ, അള്ളാഹുവിനോട് ചോദിച്ചോ നീ സഹായം. വഅലം, അതുകൊണ്ട് നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അല അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. എന്ന് റസൂലുള്ളാഹി പറയാണ്, ആ കുട്ടിയോട് പറയാണ്, നീ മനസ്സിലാക്കിക്കോ, ഈ ലോകത്തുള്ള സർവമാന മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി നിനക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ, അല അൻ യൻഫഉക, എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ലോകത്തുള്ള സർവമാന മനുഷ്യർ ഒരുമിച്ച് കൂടിയാലും ശരി, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹ് നിനക്കത് കിട്ടണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ നിനക്കത് കിട്ടുള്ളൂ. അല്ല, എല്ലാവരും വിചാരിച്ചു നിനക്ക് നല്ല ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പടച്ച റബ്ബ് നിന്റെ മേൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനം നേരെ തിരിച്ചാണെങ്കിൽ ഒന്നും നിനക്ക് കിട്ടൂല. നേരെ തിരിച്ചും ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും നിങ്ങൾക്കെതിരെയായി, നിങ്ങളെ ഉപദ്രവിക്കാൻ, ദ്രോഹിക്കാൻ നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി തയ്യാറാക്കിയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കത് വന്നു ഭവിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് വലിയൊരു വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മളെ വിശ്വാസം ഇങ്ങനെ ദുർബലമാകുമ്പോൾ ഇതൊന്നോട് വായിച്ചു നോക്കാം. മുസ്ലിം ഉമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ലോകത്ത് ആര് വിചാരിച്ചിട്ടും കാര്യമില്ല അതിനെ തകർത്ത് കളയാൻ. അപ്പൊ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അള്ളാഹു എൻ്റെ മേൽ തീരുമാനിച്ചത് മാറ്റാൻ ലോകത്തൊരാൾക്കും കഴിയില്ല, അതെനിക്ക് വന്നു ഭവിക്കും. അതും കൂടി നമ്മൾ ഈ ഹദീസിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ
ഉൾക്കൊള്ളേണ്ട വലിയൊരു സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ പഠിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. കലർപ്പില്ലാത്ത വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. തഖ്വയുള്ളവരാണ് എങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തിന് നമ്മൾ അർഹരാണെന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു സംഗതി, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തവക്കുലുണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തവക്കുലുണ്ടാകുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ശരി, വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പഠിപ്പിച്ചു തരുന്ന ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജ്റ പോകുന്ന സന്ദർഭം നമ്മളൊക്കെ കേട്ട ആളുക. നമ്മളതിങ്ങനെ കേട്ടു പോയതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതത്തിൽ വേറെ ഏതെങ്കിലും പ്രയാസമായിരിക്കും വരിക. രോഗമാകാം, സാമ്പത്തിക പ്രതിസന്ധിയാകാം, പല പരീക്ഷണങ്ങൾ വരാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? തവക്കുലുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഇല്ലാ തൻസുറൂ ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹുല്ലദീന കഫറു സാനിയ ഇത്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ. രണ്ടുപേരാ ഗുഹയിൽ ഇരിക്കുക. ഒന്ന് ശത്രുക്കളൊന്ന് തല താഴ്ത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ അന്ന അഹദുഹും നവറ തഹത ഖദമൈ ലബ്സറ. ആ ശത്രുക്കൾ ആരെങ്കിലും ഒന്ന് തല താഴ്ത്തി ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ ഞങ്ങളെ കാണും. അദ്ദേഹം പേടിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ വന്നുക യാ അബൂബക്കർ. അബൂബക്കറെ, നീ എന്താ വിചാരിക്കുന്നേ? ബിസ്നൈനില്ലാഹു സാലിസുഹുമാ. മൂന്നാമനായി പടച്ചോണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും നമ്മൾ ആലോചിക്ക്, അവരൊക്കെ ഈമാൻ ശക്തമാണ്. പക്ഷെ അവർക്ക് പോലും ആ സന്ദർഭത്തിൽ ചെറിയൊരു പതർച്ച വന്നു. അവരെങ്ങാനും കാണോ പിടിക്കോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. അബൂബക്കറെ, അങ്ങനെ വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമനായിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കി, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പേടിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ഇത് തവക്കുലാണ്. എന്ത് പ്രതിസന്ധിയാകട്ടെ, നമ്മൾ വ്യത്യസ്തമായ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വരും. ഒരു സംശയമല്ല, ഞാനും നിങ്ങളുമൊക്കെ വ്യത്യസ്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹു അല്ലാത്ത യാതൊന്നിനെയും നമ്മൾ ആശ്രയിക്കരുത്. യാതൊന്നിനെയും. നമ്മുടെ രോഗം മാറാൻ പല ആളുകളും, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തതിലേക്ക് ആശ്രയിക്കുന്നു. നമ്മൾ രോഗം മാറ്റാൻ ഒരു ചരടിനും ഒരു ഏലസിനും കഴിയില്ല. അള്ളാഹുവിലേക്ക് നീ അവലംബിക്ക്. അതാണ് തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ. പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു വെക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ അവലംബിക്കുക. പടച്ചോനെ തവക്കൽതു അലല്ലാഹ്, ഇത് ചെയ്യണം. അതുണ്ടായാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ച് അള്ളാഹിന്റെ സഹായം ഉണ്ടാവുള്ളൂ. മുസ്ലിം ഉമ്മത്ത് തവക്കുലൊക്കെ നഷ്ടപ്പെട്ടു പോയി. കേവലം വാഹനങ്ങളിലും വീടുകളിലും ഇങ്ങനെ അവിടെ എഴുതി വെക്കും തവക്കൽതു അലല്ലാഹ്. അത് മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കുറിച്ചു വെക്കണം തവക്കൽതു അലല്ലാഹ്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ മുൻഗാമികൾ കാണിച്ചതെന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തവക്കൽതു അലല്ലാഹ്, ജീവിതം മുഴുവൻ അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുന്നവരായി മാറുക. മൂന്നാമത്തെ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടത്, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹ് ആരുടെ കൂടെ? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, തഖ്വയുള്ളവരുടെ കൂടെയാണ് പടച്ചോൻ. അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. അപ്പൊ നമ്മൾ തഖ്വയുള്ളവരായി മാറിയാൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് വരും. ഇപ്പൊ നമ്മൾ പലപ്പോഴും നിരാശപ്പെടുക. പല ആളുകളും ഞാൻ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, പല കാര്യങ്ങൾ, എൻ്റെ രോഗം മാറില്ല. നമ്മൾ പരിശോധിക്കുക, നമ്മൾ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമാണ് നമ്മൾ പരിശോധിക്കുക. നമ്മൾ പലപ്പോഴും ആലോചിക്കും, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടില്ല, എൻ്റെ രോഗം മാറില്ല, പരീക്ഷണങ്ങളോട് പരീക്ഷണം, മറ്റു കാര്യങ്ങൾ, ഇത് ഒരു രക്ഷയില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം ദൃഢമാണോ എന്നുള്ളത്.
അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പൊ അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ അർഹരായിരിക്കണം. ഏറ്റവും പ്രധാനമത നമ്മൾ അർഹരാകണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹ് പറഞ്ഞ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അപ്പൊ നമ്മൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ, എല്ലാത്തിലും, നമ്മുടെ കച്ചവടങ്ങളിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത അതിൽ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗങ്ങൾ നമ്മൾ അതിൽ സ്വീകരിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കുക. 5 നേരത്തെ നമസ്കാരം നമുക്ക് നിർബന്ധമാക്കി. നമ്മുടെ കച്ചവടത്തിന്റെ മറ്റു പേരുകൾ പറഞ്ഞ് കൃത്യമായി നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നു. കൃത്യമായി നിസ്കരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ അള്ളാഹു അതിൽ ബർക്കത്ത് തരും? നമ്മൾ ആലോചിക്കാം. അള്ളാഹു നമ്മളെ എങ്ങനെ സഹായിക്കും? നമുക്ക് നമസ്കരിക്കാൻ സമയമുണ്ട്, പള്ളിയുണ്ട്, സാഹചര്യമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ അതിലൊക്കെ വീഴ്ച വരുത്തുന്നു. പിന്നെ അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹ് സഹായിക്കണമെങ്കിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കും. 1 രൂപ പോലും അനർഹമായി നമ്മൾ കൈപ്പറ്റാതെ നമ്മൾ ഇടപാടുകൾ നടത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ അള്ളാഹിന്റെ സഹായം നമുക്കുണ്ടാവും. ഇല്ല, ഉണ്ടാവൂല. അങ്ങനെയാണ്. അപ്പൊ അള്ളാഹ് വെറുതെ സഹായിക്കുന്നല്ല. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, തഖ്വയുള്ളവരുടെ കൂടെ. ഇത് വിശദീകരിക്കുമ്പോൾ ഖതാദ റഹിമഹുല്ലാ പറയുന്നു, വമൻ യത്തഖില്ലാഹ മൻ യത്തഖില്ലാഹ യകുൻ മഅഹ. ആരാണ് അള്ളാഹിനെ സൂക്ഷിക്കുന്നത് അവന്റെ കൂടെ അള്ളാഹ് ഉണ്ടാകും. വമൻ യകുനില്ലാഹു മഅഹ ഫമഅഹുൽ ഫിഅത്തുല്ലതി ലാ തുഗ്ലബ്. ആരുടെ കൂടെയാണ് പഠിച്ചുള്ളത് അവന്റെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരാൾക്ക് പോലും അതിജയിക്കാൻ പറ്റാത്ത വലിയൊരു സംഘം, ശക്തിയാണ് അവനുണ്ടാകുക. വമൻ യകുനില്ലാഹു മഅഹ, ആരുടെ കൂടെയാണ് പടച്ചിറപ്പുള്ളത് അവരെ സംബന്ധിച്ച് ഫമഅഹുൽ ഫിഅത്തുല്ലതി ലാ തുഗ്ലബ്, അവന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാൾക്കും അതിജയിക്കാൻ പറ്റാത്ത വലിയൊരു ശക്തിയാണ്. മാത്രമല്ല വൽ ഹാരിസുല്ലദീ ലാ യനാം, ഒരിക്കലും ഉറക്കം വരാത്ത, ഉറങ്ങാത്ത ഒരു, നമ്മൾ ഹാരിസ്, ഒരു പാറാവുകാരൻ എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരിക്കലും ഉറക്കം വരാത്ത ഇരിക്കുന്ന ഒരാളാണ്. വൽ ഹാദില്ലദീ ലാ യളിൽ, ഒരിക്കലും വഴി തെറ്റി പോകാത്ത ഒരു ഹാദിയാണ്, സന്മാർഗം കാണിച്ചു തരുന്ന ആളാണ് അവൻ്റെ കൂടെ ഉണ്ടാകുക. എന്തുണ്ടാകണം? വമൻ യത്തഖില്ല, അള്ളാഹിനെ സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ്റെ വഴികൾ എളുപ്പമാക്കി കൊടുക്കും. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത രൂപത്തിൽ, വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവൻ്റെ ഉപജീവനം കൊടുക്കും. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വരണമെങ്കിൽ അതുണ്ടായേ പറ്റൂ. 4-മത്തെ ഒരു കാര്യം, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അള്ളാഹുവിനെ വിട്ട് ഒരാളിലേക്കും പോകാതിരിക്കുക. അള്ളാഹുവിനെ മറന്ന് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്ന മാർഗത. പ്രവാചകന്മാരുടെ ജീവിതം, അവർ അനുഭവിച്ച പ്രയാസങ്ങളിലും പ്രതിസന്ധികളും ഒരിക്കൽ പോലും ഒരു പ്രവാചകൻ പോലും തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ വേറൊരു പ്രവാചകൻ ആ പ്രവാചകനോട് തേടിയതായിക്കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അവരൊക്കെ അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങിയവരാണ്. യൂനുസ് അലൈഹി സ്വലാമയുടെ ചരിത്രം നോക്കി നിങ്ങൾ. പ്രബോധന പ്രവർത്തനത്തിന് ചെന്നു, അവിടെ നിന്നും മടങ്ങാണ്. അള്ളാഹ് പറയാണ്, യൂനുസ് വിചാരിച്ചു അവന്റെ മേൽ നമുക്ക് കഴിവില്ല എന്ന് അവൻ വിചാരിച്ചു. യൂനുസ് അലൈഹി സ്വലാം അവിടുന്ന് പോരാൻ, അള്ളാഹുവിനെ കുറിച്ചിട്ട് മോശമായി ചിന്തിച്ചിട്ടൊന്നുമല്ല. അവിടുന്ന് മടങ്ങി അവസാനം അള്ളാഹിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി മത്സ്യത്തിന്റെ വയറ്റിലായി അവിടുന്ന് പ്രാർത്ഥിച്ചു. പടച്ചോനെ, ഞാൻ അക്രമം ചെയ്തു പോയി, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, നീ എത്രയോ പരിശുദ്ധനാണ്, അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥന എടുത്തു പറഞ്ഞു നമ്മളോട്. വേറെ ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ, എന്തെങ്കിലും ഒരു കാര്യം, ഈ പ്രാർത്ഥന യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കും, ഒരു സംശയമില്ല. ഈ പ്രാർത്ഥനയുടെ ശക്തിയത ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഹദീസിൽ നമുക്ക് കാണാം. ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ
പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രാർത്ഥനയെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു തആല പോലും അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് നബിയുടെ പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹ് എന്താ പറയുക? യൂനുസ് എങ്ങാനും ആ തസ്ബീഹ് അത് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാരണ നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമായിരുന്നു എന്നാണ് അള്ളാഹ് പറഞ്ഞതാ. അപ്പോൾ ആ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പ്രിയപ്പെട്ടവർ അള്ളാഹുവിനോടേക്ക് മാത്രം നമ്മൾ സമർപ്പിക്കാം. കഴിഞ്ഞു പോയി ഒരു പ്രവാചകന്മാരിലേക്ക് അവർ പോയിട്ടില്ല. മുസ്ലിം ഉമ്മത്തിന് എന്ത് പറ്റി? ഇവിടെയൊക്കെ ജീവിതത്തിന് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകലെയാണ് ആളുകൾ. ഇവിടെയാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥന, അവരുടെ ജീവിത പ്രയാസങ്ങൾ എവിടേക്കാണ് അവർ സമർപ്പിച്ച് നമ്മൾ നോക്കുക. അതിലൊരു വീഴ്ച അവർ വരുത്തരുത്. അവരുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥനകൾ കൊണ്ട് സമ്പുഷ്ടമാകണം. നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി കൂടിയാണത്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്നതിന് നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്ന പ്രാർത്ഥന ഉണ്ടാകണം. ഇഷ്ടം പോലെ യഥേഷ്ടം പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം. അതിൽ നമ്മൾ പിശുക്കന്മാരാകരുത്. എത്രയോ പ്രാർത്ഥനകളാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ അതിൽ എത്ര പിറകിലാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. പള്ളി കയറുമ്പോൾ അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ചോദിക്കുന്നു. പരസ്പരം കാണുമ്പോൾ സലാം പറയുന്നു. രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്തെല്ലാം പ്രാർത്ഥന. ഇതൊക്കെ വെറുതെ പഠിപ്പിച്ചല്ല, ആ പ്രാർത്ഥന കൊണ്ട് ഗുണം ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹു നമ്മളെ പരിഗണിക്കാൻ വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, കുൽമാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും. ഉണ്ടോ? എങ്ങനെയാണ് പടച്ച റബ്ബ് നിങ്ങളെ പരിഗണിക്കുക? നിങ്ങളെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹ് നമ്മളെങ്ങനെ പരിഗണിക്കാന്ന്? അപ്പൊ പ്രാർത്ഥന വാഹനത്തിൽ കയറുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് ഇറങ്ങി നോക്കേ, അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും. വലിയ അപകടങ്ങളിൽ ദുരന്തങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ സഹായം. എത്ര ആളുകൾക്ക് നമ്മൾ ആ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, കയറ്റം കയറുമ്പോൾ എത്ര പ്രാർത്ഥനകളാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയുടെ വിഷയത്തിലും വീഴ്ച ഏത് ചെറിയ കാര്യമാണെങ്കിലും എന്ത് നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും ശരി, അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ടേ പോകാവൂ, അള്ളാഹുവിനോട് പറഞ്ഞിട്ടേ നമ്മൾ പോകാവൂ. അതാണ് ആദ്യം പറഞ്ഞ ഹദീസിൽ, വൈദാ സഅൽത ഫസ്അലില്ല, ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിച്ചോ. നമുക്ക് ഒരു പക്ഷേ ആളുകളെ സഹായിക്കാം. നമ്മളൊരു സഹായം പ്രതീക്ഷിച്ച് ഒരാളിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് സഹായം കിട്ടുമെന്ന് ഉറപ്പാ. എങ്കിൽ പോലും ആദ്യം പറയേണ്ടത് പടച്ചോനോടാ. ആദ്യം അള്ളാഹുവിനോട്, പടച്ചോനെ എനിക്ക് എളുപ്പമാക്കി തരുന്ന കാര്യങ്ങൾ. ഇത് ഉറപ്പാ. ഇത് നമ്മൾ, കാരണം ബാക്കിയുള്ളത് ഏത് സമയത്തും ആളുകൾ മാറാം. ഇപ്പൊ വിളിച്ചു പറഞ്ഞ് പൈസ തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ആളുടെ സ്വഭാവം മാറാം. അപ്പൊ നമ്മൾ ആദ്യം പടച്ചോനെ എളുപ്പമാക്കി തരണേ, ഞാൻ എൻ്റെ ഒരു ആവശ്യം. അത് ഏത് കാര്യത്തിലും നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ദുനിയാവാണ്. അപ്പൊ അള്ളാഹുവിനോട് പറയാതെ ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. എല്ലാം പടച്ചോനെ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി പോവാൻ, എൻ്റെ യാത്ര എളുപ്പമാക്കി തരണം. ഒരു നഷ്ടമല്ല, അള്ളാഹു നമ്മളെ സഹായിക്കും. അപ്പോഴാണ് അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുള്ളൂ. നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നോക്കി. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന എത്ര ദിക്റുകൾ, റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന ദിക്റുകൾ രാവിലെ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം വരെ കിട്ടുന്ന ഹദീസുകളിൽ നമുക്ക് കാണാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. സലാസ മറ റസൂലുള്ളാഹി പറയണം, ആരെങ്കിലും 3 തവണ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലം തുസിബുഹു ഫജഅത ബലാ ഹത്താ യുസ്ബിഹ. രാവിലെ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ രാവിലെ വരേക്കും അവന് ഒരു പരീക്ഷണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അവനത് സംരക്ഷണമാണ്, ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനെ ബാധിക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും മറ്റു ദ്രോഹങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും. ഒരു പണിയില്ല, വളരെ നിസ്സാരമായ ദിക്റാണത്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ദിക്റുകൾ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനകളിൽ വീഴ്ച വരുത്തരുത്. അങ്ങനെ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള നല്ലൊരു ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം സദാ. അത് അള്ളാഹ് പറഞ്ഞ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്ത ഞാൻ നിങ്ങളെ ഓർക്കും. ലൈൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹ് ഇങ്ങോട്ട് പറയാണ്, ഒരു ചാൻ നിങ്ങളിങ്ങോട്ട് അടുത്താൽ അള്ളാഹു ഒരു മുഴം നിങ്ങളിലേക്ക് അടുക്കും. പടച്ച റബ്ബ് ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്കിതൊന്നും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നല്ലവരായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്ഥിരം സദസ്സുകളിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഒരു ഷാമുകാരൻ. ആ മനുഷ്യനെ കുറേ കാലമായിട്ട് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ സദസ്സിലും കാണാതായി. അപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകൾ അന്വേഷിച്ചു, ആ മനുഷ്യൻ എന്തു പറ്റി? അപ്പോൾ അവർ പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആ മനുഷ്യൻ ഇപ്പോൾ മദ്യപാനത്തിന് വിധേയമായി അതിനഡിക്റ്റായി മാറി. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ എഴുതുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഒരു കത്ത് എഴുതാൻ പറഞ്ഞു. താങ്കളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അങ്ങനെ കത്തെഴുതി. ആ കത്തെഴുതി കൊടുത്തു. ആ കത്ത് ഈ മനുഷ്യന് കിട്ടുകയും അത് വായിക്കുകയും ചെയ്തു. അത് വായിച്ചിട്ട് ആ മനുഷ്യൻ കണ്ണീരൊഴുക്കി. ആ മനുഷ്യൻ പിന്നീട് നന്നായി എന്നാണ്, അയാൾ ആ ജീവിതത്തിൽ വന്ന തെറ്റുകളെക്കുറിച്ച് പശ്ചാത്താപിച്ച് മടങ്ങി നന്നായി എന്നാണ്. ഇത് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എഴുതി കൊടുത്തൊരു വചനമുണ്ട്. എന്താ പറയുക, വിശുദ്ധ ഖുർആൻ്റെ സൂറത്ത് ഗാഫിറിൻ്റെ തുടക്കമാണ്. എന്താ എഴുതി കൊടുത്ത? ആ കത്തിൽ എഴുതിയ വിശുദ്ധ ഖുർആൻ്റെ വചന, ഗാഫിരി ദംബ് വഖാബിലി തൗബ് ശദീദുൽ ഇഖാബി ദിത്തൗൽ. ഗാഫിരി ദംബ്, വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്കറിയണമെങ്കിൽ അങ്ങനെയാണ്. 3 കാര്യമായത്തിൽ അതിൽ പറഞ്ഞ ഗാഫിരി ദംബ്, അങ്ങേറ്റം പാപം ഓർക്കുന്നവൻ. ഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവൻ. ശദീദുൽ ഇഖാബ്, നന്നായി ശിക്ഷിക്കുന്നവനുമാണ്. അള്ളാഹിനെ കുറിച്ചാണ് എഴുതി കൊടുക്കുക. ഇതാണ് വായിച്ച മനുഷ്യൻ്റെ മനസ്സ് മാറുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആൻ്റെ ആ എഫക്റ്റാണ്. അപ്പോൾ ഏത് തിന്മകൾക്ക് അടിമപ്പെട്ട ആളുകളെയും 2-3 കാര്യങ്ങൾ അതിൽ ചേർത്ത് വായിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു അതിനുശേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ ഒരു മനുഷ്യനെ നന്നാക്കേണ്ടത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു മനുഷ്യനെ എന്ത് ചെയ്യരുത്, അവനെ തിന്മകളുടെ കുഴിയിലേക്ക് അവനെ തള്ളിവിടരുത്. നിങ്ങൾ അവൻ ആ കുഴിയിൽ നിന്ന് കരകയറ്റാൻ എത്ര പറ്റുന്നുവോ അത്ര നിങ്ങൾ പരിശ്രമിക്കാവൂ. ഒരാള് എന്നൊക്കെ ചിലപ്പോൾ പലപ്പോഴും കാണാൻ കഴിയും. കുട്ടികളോടും മക്കളോടൊക്കെ പറയണേ, പല ചെറുപ്പക്കാരോടും കുട്ടികളൊക്കെ പറയും പലപ്പോഴും, നീ നന്നാവൂല. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്. ഒരാളോടും കുട്ടികളോടും പറയരുത്, ആരോടും പറയരുത്. അവരൊക്കെ മാറാം. അപ്പോൾ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്, തിന്മയുടെ കുഴിയിലേക്ക് തള്ളിവിടരുത്. അവരെ ഇങ്ങോട്ട് പിടിച്ച് കയറ്റണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇവിടെ നോക്കി ഉമർ റളിയല്ലാഹു അൻഹു അതൊക്കെ എഴുതി കൊടുത്തു. ആ മനുഷ്യൻ മാറുകയാണ്. അപ്പോൾ നമ്മൾ അതിലൊരു പാഠം ഉൾക്കൊള്ളേണ്ടത്, ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്, അവരെ നന്നാക്കാനുള്ള ശ്രമം നമ്മൾ എന്ത് ചെയ്യുക, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമനാളോരേക്ക് നമ്മൾ നന്നാക്കാൻ. നമ്മുടെ മക്കളെയും പേരക്കുട്ടികളൊക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. മുതിർന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ പേരമക്കളൊക്കെ നമ്മൾ ഒരിക്കലും അവരെ തള്ളിവിടരുത്.
അവരെങ്ങനെ ചേർത്ത് പിടിച്ച് നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ലത് കേൾപ്പിച്ച് നന്നാകാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അതാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാം തൻ്റെ മോനെ അവസാന സമയം വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ മുങ്ങി ചാവാൻ നിൽക്കുന്ന സമയത്ത് പോലും നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഇങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞ് ഖാല സാവി ഇലാ ജബലിൻ യഅസിമുനി, ഞാൻ വല്ല മലയിലും കയറി രക്ഷപ്പെട്ടോളാം. അവസാന സമയം മുങ്ങി മരിക്കുന്നു. ആ സമയത്താണ് അള്ളാഹ് പറഞ്ഞത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. യൂനുസ് നബി നൂഹ് അലൈഹിസ്സലാമയോട് പറഞ്ഞു, നിന്റെ ബന്ധത്തിൽപ്പെട്ടവനല്ല. സ്വന്തം മോനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവസാന സമയം വരെ നൂഹ് അലൈഹിസ്സലാം തൻ്റെ പ്രബോധനം നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലൊക്കെയുള്ള പാഠം നമ്മൾ ഒരാളെയും എന്ത് ചെയ്യരുത്, തിന്മയിലേക്ക് തള്ളി വിടരുത്. അതിലാണെന്ന് കരുതി അവരെ പിടിച്ചു കയറ്റാനുള്ള ശ്രമം നമ്മളെപ്പോഴും നടത്തണമെന്നാണ് ഈ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. രണ്ടാമത് വിശുദ്ധ ഖുർആൻ്റെ എഫക്റ്റ് നമ്മളെപ്പോഴും മനസ്സിലാക്കി ഖുർആനോടുള്ള ബന്ധം പുലർത്തിയാൽ തന്നെ ഒരുപാട് തിന്മകളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ പരിപാലനം എല്ലാവരും കഴിവിൻ്റെ പരമാവധി സ്വതക്ക ചെയ്യണം. നമ്മൾ ചെയ്യുന്ന വലിയ മഹത്തരമായ പുണ്യകരമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സദഖയും. അത് എത്ര ചെറുതാണെങ്കിലും ശരി, നാളെ നമുക്ക് വലിയ നന്മയാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി പള്ളി പരിപാലനത്തിനു വേണ്ടി സ്വതക്ക ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. ഒരുപാട് രോഗികളായ സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വീടുകളിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, പള്ളികളിൽ പ്രയാസപ്പെട്ടു വരുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗം ശിഫയാക്കുകയും ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം കബറിടം വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമാറാവട്ടെ. ഈ ജുമുഅക്ക് നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم حاسبنا حسابا يسيرا، اللهم حاسبنا حسابا يسيرا، اللهم حاسبنا حسابا يسيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.